നമ്മൾ 21 ദിവസം നമ്മൾ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു സംസാരിച്ചത്. ഇനി പരിഹാരമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്നോട് എന്തെങ്കിലും തടി കുറക്കാൻ കുറേ ഒരു കാര്യം മാറ്റാൻ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യമായിരിക്കും. അത് പ്രോട്ടീനാണ്. ഇതിന്റെ സയൻസ് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ട് പ്രോട്ടീൻ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം തെർമിക് എഫക്റ്റ്. പ്രോട്ടീൻ ദഹിക്കാനെ അതിന്റെ തന്നെ 20 തൊട്ടിട്ട് 30% കലോറി ഉപയോഗിക്കും. അത് കാർബോഹൈഡ്രേറ്റിനാണെങ്കിൽ ഒരു 5 മുതൽ 10% കലോറിയാണ് അതിന്റെ ഉപയോഗിക്കുക ദഹനത്തിന് വേണ്ടി മാത്രം. കൊഴുപ്പിനത് 0 തൊട്ടിട്ട് 3% വരെയാണ്. അതായത് ഒരു 100 കലോറി പ്രോട്ടീൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഫലത്തിൽ 75 കലോറി പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. രണ്ടാമത്തെ കാരണം വിശപ്പാണ്. മാക്രോ ന്യൂട്രിയന്റിൽ ഏറ്റവും കൂടുതൽ വയറ് നിറക്കുന്നത് പ്രോട്ടീനാണ്. അത് PYY GLP-1 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. മൂന്നാമത്തെ കാരണം പേശിയാണ്. ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോട്ടീൻ ഒരു ദിവസം ഒരാൾ കഴിക്കണം? ശരീരഭാരത്തിന്റെ ഓരോ കിലോക്കും 1.2 മുതൽ 1.6 ഗ്രാം വരെ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. അതായത് 70 കിലോ ഭാരമുള്ള ഒരാള് 85 മുതൽ 110 ഗ്രാം വരെ പ്രോട്ടീൻ ഡെയിലി കഴിക്കണം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ ശരാശരി മലയാളികൾ പ്രോട്ടീൻ കഴിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ കിലോക്ക് 0.6 ഗ്രാം പ്രോട്ടീനാണ്. അത് ശരാശരി പകുതിക്കും താഴെയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് വലിയ കടൽ സമ്പത്തുണ്ട്. മത്സ്യത്തിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഒരു മുട്ട ഫുള്ളായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 6 ഗ്രാം പ്രോട്ടീനാണ്. 100 ഗ്രാം മത്തി അയിലയിൽ 20 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം ചിക്കനിൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 1 കപ്പ് ചെറുപയറിൽ 14 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 1 കപ്പ് കടലയിൽ 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം പനീറിൽ 18 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 1 കപ്പ് തൈരിൽ 8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയോ? നമ്മുടെ രാവിലത്തെ ഭക്ഷണം ദോശ പ്ലസ് ചമന്തി, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 4 ഗ്രാം പ്രോട്ടീനാണ്. അത് മാറ്റി ദോശ, മുട്ട, ചെറുപയറാക്കുക. 20 ഗ്രാം പ്രോട്ടീൻ രാവിലെ തന്നെ നമുക്ക് ലഭിക്കും. ഒരു 2-3 മുട്ട ഡെയിലി കഴിക്കുന്നത് ആരോഗ്യമുള്ളവർക്ക് സുരക്ഷിതമാണ്. അതിലെ മഞ്ഞക്കരു കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലാണ് മെയിൻ പോഷകങ്ങൾ ഉള്ളത്. ഇവിടെ ഡോക്ടർ അങ്കിളുടെ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്റെ പ്രോട്ടീൻ എവിടെ, എന്റെ പ്രോട്ടീൻ എവിടെയെന്ന്. ആ ഒരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങളുടെ ശരീരം മാറ്റും. പ്രോട്ടീന്റെ സയൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടീനും ഒരു സസ്പെൻസ് സാധനവും കഴിക്കുകയാണെങ്കിൽ 0 വിശപ്പായിരിക്കും. മൊയ്തീന് എന്നും 1 കിലോ ഭക്ഷണം കഴിക്കും, എന്നിട്ടും തടി 1 കിലോ പോലും കൂടിയില്ല. ആ സീക്രട്ട് നാളെ നമുക്ക് സംസാരിക്കാം. See you, bye bye.